ഫോണില് സ്റ്റാറ്റസ് ഇട്ടിരുന്ന വീഡിയോ കണ്ടിരുന്നു. അപ്പോഴാണ് കാശ്മീരിലുണ്ടായ ഭീകരാക്രമണത്തെ കുറിച്ച് ശ്രദ്ധിച്ചത്. പിന്നീട് ടിവിയിലും മാധ്യമങ്ങളിലെല്ലാം ഒരുപാട് വാർത്തകൾ കണ്ടു. ഒരുപാട് നിരപരാധികളായ ജനങ്ങളാണ് അവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇതിന് പകരം ഇന്ത്യ എന്ത് ചെയ്താലാണ് ഇന്ത്യക്കാരായ നമുക്കൊരു സമാധാനം കിട്ടുക? സത്യത്തില് നമ്മൾ ചെയ്യേണ്ടത് ഈ ഭീകരരെ വളർത്തുന്ന ഐഡിയോളജീനെ തകർക്കണം. മാത്രമല്ല, പാകിസ്ഥാന്റെ സൈനിക മേധാവി ഇതിന് പിന്നിലുണ്ടെങ്കിൽ അയാളെ ജീവൻ എടുക്കണം. അല്ലെങ്കിൽ ഏതൊക്കെ ഇന്ത്യക്കെതിരെ പ്രവർത്തിച്ച ഏതൊക്കെ സംഘടന അതിന് തലവന്മാരെ ഇല്ലായ്മ ചെയ്യണം. കാരണം ഇസ്രായേലിലേക്ക് ഹമാസ് ഭീകരർ നടത്തിയ ആക്രമണത്തെ ചൊല്ലി ഇസ്രായേൽ തിരിച്ചടിച്ചപ്പോൾ ഇസ്രായേൽ ചെയ്തതെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മുഴുവൻ ഇസ്രായേലിനെ ആക്രമിച്ച ഈ സംഘടനകളുടെ തലപ്പത്തുള്ള മുഴുവൻ നേതാക്കളെയും തകർത്ത് തരിപ്പണമാക്കി. എന്ന് പറഞ്ഞ പോലെ ഇന്ത്യക്കെതിരെ നിലപാടെടുത്തിട്ടുള്ള മുഴുവൻ ശക്തികളെയും തല തകർത്ത് കളയുന്നു. പാകിസ്ഥാനെ ആക്രമിക്കില്ലെന്ന് ഇന്ത്യ ചെയ്ത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം ഉണ്ടാവില്ല ആവശ്യം. പക്ഷേ ഇതിൻ്റെ പിന്നിൽ നിന്ന മുഴുവൻ തലകളും ഇന്ത്യ എടുത്തിരിക്കണം. അങ്ങനൊരു സ്റ്റാൻഡ് എടുത്തെങ്കിൽ മാത്രമേ ഇത് ഇനി ഭാവിയിലുള്ള മുഴുവൻ തീവ്രവാദി ആക്രമണത്തിനൊരു സന്ദേശമായിട്ട് മാറുള്ളൂ. കാരണം ഇന്ത്യയിലെ ഒരാൾ മരിച്ചാൽ അവിടെ മരിച്ചു വീഴുന്നത് ഒരാളാവില്ല, അതിൻ്റെ തല തന്നെ പോവും എന്ന് ബോധ്യപ്പെടുന്നു. തല തന്നെ നമ്മൾ എടുത്തിരിക്കണം. എങ്കിൽ മാത്രമേ ഇന്ത്യയിലുള്ള ജനങ്ങൾക്ക് ശാന്തി സമാധാനം ഉണ്ടാവുള്ളൂ. ഭീകരവാദികളെ ഉന്മൂലനം ചെയ്യണം, അവരുടെ ഐഡിയോളജി തകർക്കണം, തല തന്നെ തകർക്കണം. എന്നാൽ മാത്രമേ ഇന്ത്യക്കാർക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. ശരാശരി ഇന്ത്യക്കാരൻ്റെ മനസ്സ് ഇതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ പാകിസ്ഥാനെ ആക്രമിക്കുക, ഒരു യുദ്ധം ഉണ്ടാവുക എന്ന തലത്തിലേക്ക് പോകണമെങ്കിൽ പമ്പര വിഡ്ഢിതരാണ്. പക്ഷെ ഈ ഒരു പോയിന്റ്സ് എന്തായാലും ചെയ്തിരിക്കണം. എന്താ സമാധാനമായ